IPL തോൽവി ചെന്നൈക്ക് ഒരു പുത്തരിയല്ലാതായി മാറിയിരിക്കുകയാണ്. ഇന്ന് തോറ്റിരിക്കുന്നത് ഡൽഹിയായിട്ടാണ്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹി 3 കളിയില് അടുപ്പിച്ച് വിജയം കാണുന്നത്. മാത്രമല്ല 15 വർഷത്തിന് ശേഷമാണ് ചെന്നൈയുടെ തന്നെ ഗ്രൗണ്ടിലിട്ട് ഡൽഹി തോൽപ്പിക്കുന്നത്. ഡൽഹി എവിടെ നിൽക്കട്ടെ, നമുക്ക് ചെന്നൈനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഇതിപ്പോ 8ാമത്തെ പ്രാവശ്യമാണ് 180 മേലെയുള്ള ഒരു സ്കോർ ചേസ് ചെയ്യാൻ പറ്റാതെ തോറ്റു പിന്മാറുന്നത്. പണ്ടൊക്കെ 180, 200 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിന്നിംഗ് ടോട്ടൽ ആയിരുന്നു. പക്ഷെ ഇപ്പോ 200, 250, 300 വരെ അടിച്ചാൽ പോലും നമ്മൾ സേഫ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴാണ് 180-ൽ പതറി നിൽക്കുന്ന ചെന്നൈ ഇവിടെ ഉള്ളത്. ഇന്നത്തെ കളിയെ കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ 6-7 ഓവർ വരെ ശരിക്കും പറഞ്ഞാൽ അവര് കളിക്കാനുള്ള മനസ്സ് പോലും കാണിച്ചിട്ടുള്ളൂ. അതിനുശേഷം തോക്കാൻ സന്നദ്ധരായിരിക്കുന്ന ആൾക്കാരെ പോലെയാണ് പിന്നീടുള്ള ചെന്നൈയുടെ കളി കണ്ടത്. ഇതെല്ലാം നമുക്കറിയാവുന്ന ചെന്നൈ സുരേഷ് റെയ്നയെ എന്നവർ കൈവിട്ടോ അതിനുശേഷം അവർക്ക് ബിഗ് ടോട്ടല് ചേസ് ചെയ്യാനുള്ള കഴിവേ നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇന്നത്തെ കളി കണ്ടുകൊണ്ടിരുന്നപ്പോ ഒരു തവണ പോലും ചെന്നൈ സൂപ്പർ കിങ്സ് ആ റൺ റേറ്റ് ഉയർത്തി ടോട്ടല് ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയേയില്ല. ചെന്നൈയുടെ വീക്ക്നെസ് ഇപ്പൊ മറ്റുള്ള ടീമുകളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. അതായത് പവർ പ്ലേയില് അവർക്ക് വിക്കറ്റ് നഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ചെന്നൈ വട്ടപൂജ്യമായി മാറുമെന്ന് ബാക്കിയുള്ള ടീമിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. CSKയുടെ ടോപ്പ് ഓർഡർ പ്ലേയേഴ്സ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതായത് രച്ചിൻ രവീന്ദ്ര, കോൺവേ, ഗൈക്കാർഡ് ഇത്രയും പേര് വീണ് കഴിഞ്ഞപ്പോ പിന്നെ വരുന്നത് വിജയ് ശങ്കറാണ്. ഇദ്ദേഹത്തെ എന്തിനാണ് ടീമിൽ വെച്ചിരിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ ധോനി ക്രീസിൽ വരുമ്പോ CSKക്ക് ജയിക്കാൻ വേണ്ടത് ഏകദേശം 55 ബോളിൽ 110 റൺസോളമായിരുന്നു. ഈ സമയത്ത് വിജയ് ശങ്കറും ധോനിയും കൂടി സിംഗിൾസ് എടുത്ത് കളിക്കുകയായിരുന്നു. ഈവൻ ഡബിൾസ് പോലും എടുക്കാതെ ഒരു ബൗണ്ടറിക്ക് വേണ്ടി ട്രൈ പോലും ചെയ്യാതെ സിംഗിൾസ് എടുത്ത് കളിക്കുന്ന സീനാണ് നമ്മൾ കണ്ടത്. ബാക്കി ടീംസ് എല്ലാം ട്രൈ ചെയ്യുന്നത് പവർ പ്ലേയിൽ തന്നെ 60 അല്ലെങ്കിൽ 70 റൺസ് അടിച്ചു കയറ്റുക എന്നുള്ളതാണ്. ഇവിടെ ചെന്നൈക്ക് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ബാറ്റ്സ്മാൻമാര് രണ്ടുപേരും ആങ്കറിംഗ് ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ടീമിനെ ആങ്കറിംഗ് മാത്രം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്നത്? ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയ ഋതുരാജിനെ പോലെയുള്ളവരൊക്കെ ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് ഹിറ്ററായി മറ്റാരെങ്കിലും വേണം. ഇവിടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം വരുമ്പോ അങ്ങനെ ഒരു കാര്യമില്ല. ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും ആ ടീം തോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 20s, 30s ഒക്കെ എടുക്കാൻ ഒരു മടിയില്ല പ്ലെയേഴ്സിന്. പക്ഷേ ഇതിനെ ഒരു ബിഗ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ചെന്നൈക്ക് ഒരു പ്രതാപകാലമുണ്ട്. ആ പ്രതാപകാലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് എത്രയും പെട്ടെന്ന് അവരുടെ വീക്ക്നെസ്സുകളെല്ലാം മാറ്റിവെച്ച് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.